തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ പീലാത്തോസിൻ്റെ അരമനയിൽ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി കയ്യും കെട്ടി ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കാൻ പോകുന്നു. പീലാത്തോസ് പറയുന്ന വാക്കിൻ്റെ ഇടയിലാണ് ഈശോയുടെ ജീവനും മരണവും. ആ നേരത്ത് പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കുറിപ്പ് കൊടുത്തു വിടുകയാണ് പീലാത്തോസിൻ്റെ പക്കലേക്ക്. ആ നിഷ്കളങ്കനായ മനുഷ്യനെ വേദനിപ്പിക്കരുത്, അയാളെ പ്രതി സ്വപ്നത്തിൽ ഏറെ സങ്കടപ്പെട്ടു, ഏറെ വ്യസനിച്ചു എന്ന്. രസമുണ്ടതിന്. ഈശോയ്ക്കെതിരെ നിന്നതും ഈശോയെ മരണത്തിന് വിധിച്ചതും ഒടുവിൽ ആ കൊടും പാതകത്തിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെട്ടതും ആരാണ്? പീലാത്തോസ്. ഉറക്കം നഷ്ടപ്പെട്ടതാർക്കാണ്? ഭാര്യയ്ക്ക്. അതായത് നമ്മുടെ പാപം നമ്മുടെ മാത്രം പാപമല്ല. നമ്മൾ ദൈവത്തിന് എതിരെ നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയോ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. വീട് വിട്ടായിരിക്കുന്ന ജീവിത പങ്കാളികൾ കേൾക്കണം. നിങ്ങൾക്ക് ഇടറുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് ഇവിടെ ഈ കേരളത്തിൻ്റെ ഏതോ മൂലയിൽ പ്രാർത്ഥനാമുറിയിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ആണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നമല്ലേ എന്ന് ഇനി ചോദിക്കരുത്. അല്ല അല്ല. നീ തെറ്റായ വഴിയെ പോകുമ്പോൾ കണ്ണീർ വാർക്കുന്നത് അമ്മയാണ്, ഉറക്കം നഷ്ടപ്പെടുന്നത് അമ്മയ്ക്കാണ്. നമുക്കിനി ആരുടെയും ഉറക്കം കളയാതിരിക്കാം. നമുക്കിനി ഈശോയ്ക്കെതിരെ നിൽക്കാതിരിക്കാം. കുടുംബം ഒരുമിച്ച് ഈശോയുടെ വഴിയെ നടക്കട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. ആമേൻ.